നമസ്കാരം കുമാറെ. ഈ കഴിഞ്ഞ 10-ാം തീയതിയായിരുന്നു വ്യാസപൂർണിമ അഥവാ ഗുരുപൂർണിമ. നമുക്കറിയാം, ഭാരതമൊട്ടുക്ക് ഗുരു പരമ്പരകളെ ആദരിക്കുന്നതിന് വേണ്ടി മാറ്റിവച്ചിരിക്കുന്ന ഒരു ദിവസം അല്ലേ? ഹൈന്ദവ പുരാണം അനുസരിച്ച് ഗുരുക്കന്മാരെ ഈ മാതാപിതാ ഗുരുദൈവം എന്നാണ്. അതിൽ ഗുരുക്കന്മാരെ നമ്മളാക്കി മാറ്റുന്ന, നമ്മുടെ വ്യക്തിത്വ വികസനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന, നമ്മളെയൊക്കെ വാർത്തെടുക്കുന്ന ഗുരുക്കന്മാർക്ക് വേണ്ടിയുള്ള ഒരു ദിവസം, അവരെ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദിവസം. ആർഷഭാരത സംസ്കാരത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഭാരതം ഓരോ വർഷവും ഈ വ്യാസപൂർണിമ അല്ലെങ്കിൽ ഗുരുപൂർണിമ വളരെ വിപുലമായി തന്നെയാണ് ആചരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഭാരതത്തിലെമ്പാടുമുള്ള സ്കൂളുകളിൽ ഗുരുക്കന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇത് പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ഒരു ചടങ്ങാണ്. പക്ഷേ അത് ഇക്കുറി മാത്രം കേരളത്തിൽ നടന്നപ്പോൾ അത് വലിയ ഒരു അപവാദമായി മാറുകയാണ്, വലിയ ഒരു ആവശ്യമില്ലാത്തൊരു വിവാദമായി മാറുകയാണ്. അതിന് ചില മാധ്യമങ്ങൾ മേമ്പൊടി ഇട്ടുകൊണ്ട് അവർ ഇതിനെ വലിയൊരു വാർത്തയാക്കി മാറ്റുന്നു. എന്താണ് ഇതിന് പിന്നിൽ ഇപ്പോഴൊരു അസഹിഷ്ണുത? നമുക്കറിയാം, ഭാരത അംബ വിവാദം ഒരു വശത്ത് കത്തി നിൽക്കുകയാണ്. ഭാരതാംബ പതാക കൈലേന്തിയ ഒരു സ്ത്രീ മാത്രമാണെന്ന് വാദിക്കുന്ന ഈ സമയത്താണ് ഗുരുക്കന്മാരെ ആദരിക്കുന്നത് ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ഭാഗമാണ്, ഇത് ഒരു വലിയ പാപം എന്നുള്ള രീതിയിലാണ് ഇതിനെ മാധ്യമങ്ങൾ പോലും കാട്ടുന്നത്. DYFIയുടെ മറ്റും പ്രസ്താവനകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയിരിക്കുന്നത്. പക്ഷേ വലിയ പ്രാധാന്യത്തോടു കൂടിയുള്ള തലക്കെട്ടുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റാണ് ഈ ഒരു വാർത്ത, ഇത് സംബന്ധിച്ചൊരു വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. കാസർഗോഡ് ഒരു സ്കൂളിൽ ഇത്തരത്തിൽ പാദപൂജ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതിന് പിന്നാലെയാണ് റിപ്പോർട്ടർ TVയുടെ ഒരു വാർത്ത വന്നിട്ടുള്ളത്. അത് DYFI പറഞ്ഞു എന്നുള്ള രീതിയിൽ അവരുടെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. ബ്രാഹ്മണിക് ദുരാചാരം നടന്നത് RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ, പാദപൂജ കേരളത്തിന് അപമാനം എന്നുള്ള രീതിയിലാണ് ഈ ടൈറ്റിൽ. ശരിക്കും പ്ലാൻഡ് ആണോ ഇത്? അല്ല, അത് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഭാരതാംബയെ കാവിക്കൊടി പിടിച്ച ഏതോ ഒരു സ്ത്രീയാക്കി ഇവർ മാറ്റിയിരുന്നു. അതായത് അതിനു മുമ്പ് തന്നെ ഭാരതാംബ സങ്കല്പം എല്ലാവർക്കും അറിയാം, ഈ CPM-കാർക്ക് അടക്കം എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ കോടിക്കണക്കിന് ഭവനങ്ങളിൽ ഭാരതാംബയുടെ ചിത്രമുണ്ട്, ഭാരതാംബയ്ക്ക് വേണ്ടി ക്ഷേത്രമുണ്ട്. ഭാരതാംബ എന്ന സങ്കല്പം ഇന്ത്യ ഒട്ടുക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള ഒരു സങ്കല്പമാണ്. ആ സങ്കല്പം ഇപ്പോൾ ഗവർണറായി വന്ന രാജേന്ദ്ര ആർലേക്കർ, അദ്ദേഹം ഗവർണറായി വന്നതിന് ശേഷം രാജ്ഭവൻ്റെ ഹാളിൽ അത് സ്ഥിരമായി വെച്ചു. മാത്രമല്ല, യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിനുള്ളിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ ആ ചിത്രം വയ്ക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് ഇതിനെ കാവിക്കൊടി ഏന്തിയ ഏതോ ഒരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകൾ, മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തന്നെ ചില പ്രചരണങ്ങൾ നടത്തിയത്. അത് ജനങ്ങളുടെ രാജ്യസ്നേഹത്തിൻ്റെ ചിഹ്നമായ ഭാരതാംബയെ അപമാനിക്കുന്നതായിരുന്നു. പക്ഷേ ഇവർ കരുതുന്നത്, ഇവർ ഇങ്ങനെ പറഞ്ഞതോടുകൂടി ഭാരതാംബയാകെ നാണം കെട്ടുപോയി, ഭാരതാംബയെ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകളൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ RSSകാർ ആകെ നാണം കെട്ടുപോയി എന്നൊക്കെയാണ് ഇവരുടെ വിചാരം. അതായത് ഭാരതാംബയെ ഈ കാവിക്കൊടി പിടിച്ച ഏതോ ഒരു സ്ത്രീയായി ഇവർ പറഞ്ഞതിന് ശേഷം കേരളത്തിലെ ജനങ്ങൾ കണക്കാക്കുന്നു എന്നാണ് അവരുടെ വിചാരം. അതുകൊണ്ടാണ് ഇത് വിജയിച്ചു എന്നൊരു തോന്നലിലാണ് ഇനി അടുത്ത് വ്യാസപൗർണമിയെ പിടിക്കാം. കാരണം കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാസ പൗർണിമ ദിനത്തിൽ ഭാരതത്തിൽ എല്ലായിടത്തും കൊണ്ടാടപ്പെടുന്ന ഉത്സവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് വ്യാസപൂർണിമ. അത് ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഈ പഠനരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഗുരുവുമായി ബന്ധപ്പെട്ട എല്ലാ രംഗങ്ങളിലും ഈ രീതിയിൽ ആരാധന നടത്തുന്നുണ്ട്. ഗുരുവിനെ വന്ദിക്കുന്ന, അല്ലെങ്കിൽ ഗുരുവിന് ബഹുമാനം കൊടുക്കുന്ന, ഗുരുവിൻ്റെ പാദപൂജ ചെയ്യുന്ന ഒരു ദിവസമാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വ്യാസപൂർണിമ ഭാരതത്തിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമായിരുന്നു. ആ ദിവസങ്ങളിൽ ഗുരുവിനെ പൂജിക്കുക സാധാരണമാണ്. അത് ബ്രാഹ്മണിക്കൽ ദുരാചാരം എന്നൊന്നും പറയാൻ കഴിയില്ല. പെട്ടെന്ന് ഇവർക്കതൊരു ബ്രാഹ്മണിക്കൽ മാറ്റിയാൽ നാളെ മുതൽ അത് ബ്രാഹ്മണിക്കൽ ദുരാചാരമാകും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. കാരണം ഇവർ ഇതിനു മുന്നേ ഒന്നും കണ്ടിട്ടില്ലാത്തത് കൊണ്ടാകാം ഈ പറയുന്നത് പോലെ വളരെ ഭാരതീയതയ്ക്കും. അവിടെയാണ് കുമാർ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. ഇത് കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യം നാളിതുവരെ, ഈ വർഷം വരെ, അതായത് ഈ പ്രാവശ്യം വരെ ഭാരതാംബയെ ആരാധിക്കുന്നതും ഈ ഗുരുപൂജയും ഒന്നും വലിയ വിവാദത്തിൽ പെടാത്ത ഒരു കാര്യമായിരുന്നു. ഇതൊക്കെ എത്രയോ വർഷങ്ങളായി നടത്തുന്ന കാര്യമാണല്ലേ? ഇപ്പൊ ഇത് സ്കൂളുകളിൽ നടന്നു എന്ന് പറയുന്നു. ഞാനും ചിന്മയ വിദ്യാലയത്തിൽ പഠിച്ച ഒരാളാണ്. അപ്പം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ എനിക്കറിയാം, ഓരോ ഗുരുപൂർണിമയ്ക്കും ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഗുരുക്കന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ആരെയും നിർബന്ധിക്കാറില്ല. സ്വമനസാലെ അതിന് തയ്യാറായി വരുന്ന വിദ്യാർത്ഥികൾക്ക് ഗുരുവിൻ്റെ പാദപൂജ ചെയ്യാം. നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്.
അത് അതിലെന്താണ് ഈ പറയുന്നത് പോലെ ഇത്തരത്തിൽ ഒരു ദുരാചാരമായി ഇതിനെ ചിത്രീകരിക്കുന്നത്? ഇപ്പം അവിടെ ചെയ്യുന്നത് ആഭിചാര കർമ്മമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുർമന്ത്രവാദമോ ഒന്നുമല്ല. പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരെ, നമുക്ക് വാക്ക് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിവ് പകർന്ന് തരുന്ന അധ്യാപകരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് കാൽ കഴുകിക്കുക എന്നുള്ളൊരു ചടങ്ങ്. ഇത് ക്രിസ്ത്യൻ സമൂഹത്തിൽ നടക്കുന്നുണ്ടല്ലേ? ഈ പെസഹ വ്യാഴവുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകളിൽ അച്ഛന്മാർ ഇത്തരത്തിൽ കാൽ കഴുകി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പൊ അത് ദുരാചാരമാണോ? ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ ചോദിക്കാനുണ്ട്. അല്ല, ഈ കാൽ തൊട്ട് വന്ദിക്കുന്നത്, പാദപൂജ ചെയ്യുന്നത് ഇതൊന്നും കേരളത്തിന്റെ സംസ്കാരമല്ല എന്നാണ് ഒരു മന്ത്രി അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഇദ്ദേഹം എന്തറിഞ്ഞിട്ടാണ് കേരളത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഈ SFI ചെയ്യുന്നത് പോലെ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ ഒരു കുഴിമാടം വിദ്യാലയ വളപ്പിനുള്ളിൽ ഉണ്ടാക്കി അതിൽ റീത്ത് വയ്ക്കുന്നതാണോ ഏറ്റവും വലിയ ഒരു ആചാര സമ്പന്നമായ കേരളം നമ്മൾ സ്വപ്നം കാണുന്നത്? അങ്ങനെ ഗുരുനാഥന് കുഴിമാടം ഒരുക്കുക, നിയമസഭയ്ക്ക് ഡെസ്കിന് മുകളിലൂടെ ചാടുക, അവിടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം വലിച്ചെടുത്ത് പുറത്ത് കളയുക, ഇതൊക്കെയാണ് കേരളത്തിൻ്റെ സംസ്കാരമായി അവർ കണ്ടിരിക്കുന്നത്. പക്ഷേ അതല്ല കേരളത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സംസ്കാരം. കാൽ തൊട്ട് വന്ദിക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനം സൂചിപ്പിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. നമ്മൾ ദൈവത്തിനും മുകളിലായി കാണുന്ന ഒരു സങ്കല്പമാണ് ഗുരുസങ്കല്പം. ഗുരുക്കന്മാരെയാണ് പ്രധാനമായും നമ്മൾ കാൽ തൊട്ട് വന്ദിക്കാറുള്ളത്. മാത്രമല്ല അതിനപ്പുറം നമുക്ക് ഏറെ ബഹുമാനിതരായ, ഏറെ പ്രായം ചെന്ന ആളുകളെയൊക്കെ നമ്മൾ കാൽ തൊട്ട് വന്ദിച്ചതിന് ശേഷമാണ് പല പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ കടക്കുന്നത്. പല പ്രധാനപ്പെട്ട പരിപാടികളിലും ഇങ്ങനെ ഉപഹാരം നൽകുമ്പോഴെല്ലാം അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സമ്മാനം നൽകുമ്പോഴെല്ലാം നമ്മൾ കാൽ തൊട്ട് വന്ദിക്കാറുണ്ട്. നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് ഒക്കെ പോയി കഴിഞ്ഞാൽ അതിഥി വരുമ്പോൾ അതിഥിയെ ദേവനായി കണ്ടുകൊണ്ട് അവിടുത്തെ കുട്ടികൾ കാൽ തൊട്ട് വന്ദിക്കുന്നത് നമുക്ക് കാണാം. ഇതൊക്കെ നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് കേരളീയ സംസ്കാരമല്ല എന്ന് പറയാൻ കാരണം ഇപ്പോൾ കേരളത്തിൻ്റെ സംസ്കാരം മറ്റു ചിലതാണ് എന്ന് മന്ത്രിക്കും അറിയാവുന്നത് കൊണ്ടാകാം. ഇപ്പോൾ ഈ ഹമാസിൻ്റെ നേതാക്കന്മാരെയൊക്കെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുകയൊക്കെയാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ സംസ്കാരം. അതിന് പ്രോത്സാഹനം കൊടുക്കുകയാണ് ഈ ഇരിക്കുന്ന മന്ത്രിമാരെല്ലാം. കേരളത്തിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും എല്ലാം സുരക്ഷിതത്വം കൊടുക്കുക, അവർക്കെതിരെയുള്ള ഭീഷണികളെ ചെറുക്കുക, അതിനൊക്കെയാണ് കേരളത്തിലെ മന്ത്രിസഭ കൂടി. അതുകൊണ്ടാണ് ഒന്നുകൂടി ഉണ്ട് കുമാർ, അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് കൂടിയുണ്ട്. അതൊരു പ്രധാനമായ കാര്യമാണ് അല്ലേ? അതെ. അപ്പം ഈ കേരളത്തിലെ ജനങ്ങളുടെ ഒരു വിഭാഗം ആളുകൾ ഒരു വിദേശ ഭീകരവാദികളുടെ ചിത്രം ഇങ്ങനെ ആനപ്പുറത്ത് എഴുന്നേറ്റ് നടക്കുമ്പോൾ അതാണ് സംസ്കാരമെന്ന് കേരളത്തിലെ മന്ത്രിമാർ പ്രഖ്യാപിക്കുമ്പോൾ മഹാബഹുഭൂരിപക്ഷം വരുന്ന മറ്റു വലിയ വിഭാഗത്തിൻ്റെ ജീവനും സ്വത്തിനും ഭീഷണിയല്ലേ അത്? ഹമാസ് നേതാക്കളെ ഉയർത്തി കാണിക്കുമ്പോൾ ഇവിടെയുള്ള ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഭയപ്പെടുത്തുകയല്ലേ ഈ ഒരു കൂട്ടർ ചെയ്യുന്നത്? അപ്പോൾ അതൊക്കെ കണ്ട് രസിക്കുക. ഒരു പെൺകുട്ടിയെ, സമ്മാനം വാങ്ങാൻ വന്ന ഒരു പെൺകുട്ടിയെ മുസ്ലിം പുരോഹിതൻ്റെ ആജ്ഞ അനുസരിച്ച് കേരളത്തിലെ ഒരു സ്റ്റേജിൽ നിന്നും ഇറക്കിവിടുന്ന സംഭവം ഉണ്ടായി. അത് ഇസ്ലാമിക ദുരാചാരമാണ് എന്ന് ഈ മന്ത്രിമാർക്ക് പ്രഖ്യാപിക്കാൻ കഴിയുമോ? അതുമാത്രമല്ല, കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിൽ തുപ്പിയിട്ട് കൊടുക്കുക എന്നുള്ളതും ഏറ്റവും വലിയ മഹത്തരമായ ആചാരമാണ്. അതും ഏറ്റവും നല്ല ഭക്ഷണം എന്നാണ് അത്ര അതിൻ്റെ അർത്ഥം എന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഈ മന്ത്രിമാർ ഇങ്ങനെ അങ്ങ് പ്രഖ്യാപിക്കാൻ ഏത് മണ്ടത്തരവും അങ്ങ് പ്രഖ്യാപിക്കാൻ ഇരുന്നാൽ അത് പിന്നെ കണ്ടു തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ പറയുന്ന പോലെ മനുസ്മൃതിയൊക്കെ അന്ന് വലിച്ചു കീറിയ കാലഘട്ടം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്കെതിരെ വലിയ അനാചാരം നടക്കുന്നു, അതിന് കാരണം മനുസ്മൃതിയാണ് എന്ന് പറഞ്ഞു. മനുസ്മൃതി അന്ന് കത്തിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആവശ്യകത എന്തായിരുന്നു? മനുസ്മൃതിയാണ് പ്രശ്നമെങ്കിൽ. അപ്പോൾ അവിടെയൊന്നുമല്ല പ്രശ്നം എന്ന് ഈ മന്ത്രി പുങ്കവന്മാർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതൊന്നുമല്ല കേരളത്തിൻ്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ പിന്നെ മറ്റെന്താണ് കേരളത്തിൻ്റെ സംസ്കാരം? ഈ പറയുന്നത് പോലെ ഹമാസിനെ എഴുന്നള്ളിക്കലാണോ? ഈ പറയുന്ന ആളുകൾ ഈ വിവാഹത്തിന്, കേരളീയ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടില്ലേ? വധൂവരന്മാർ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവരുടെ ആദരണീയരായ ബന്ധുക്കളെയും ഗുരുജനങ്ങളെയും ഒക്കെ കാൽ തൊട്ട് വന്ദിക്കുന്നത് ഇവർ കണ്ടിട്ടില്ലേ? ദുരാചാരമാണ്. അത് പാദപൂജ എന്ന ദുരാചാരമാണ് എന്നാണോ ഈ മന്ത്രിമാരുടെ അഭിപ്രായം? ഇത് മറ്റും നേരത്തെ പറഞ്ഞതുപോലെ പെസഹ വ്യാഴത്തോടനുബന്ധിച്ച് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ ചടങ്ങുണ്ട്. കേരളത്തിലെ ഇന്നും പ്രബലമായ ഒരു വിഭാഗം വിവാഹത്തിന് വരനെ സ്വീകരിക്കുന്നത് വരൻ്റെ കാൽ കഴിയിച്ച ശേഷമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം ചടങ്ങുകളുണ്ട്. ഇതൊന്നും ആരെയും ദോഷം വരുത്തി വയ്ക്കുന്ന ചടങ്ങുകളൊന്നുമല്ല. ഇത് സമൂഹത്തിൽ മൂല്യബോധം ഊട്ടിയുറപ്പിക്കുന്ന ചടങ്ങുകളാണ്. കുട്ടികളിൽ ഇത് പ്രോത്സാഹിപ്പിക്കാൻ കാരണം അവർ ഈ പറയുന്നത് പോലെ ഈ ലഹരി അനുകൂലമായ അതാണ് കുമാർ, ഇപ്പോഴത്തെ ഒരു സംസ്കാരം പാടെ വഴിതെറ്റി മാറി മറ്റൊരു ട്രാക്കിലേക്ക് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ നേരായ വഴിയിലേക്ക് നടത്താൻ
സന്മാർഗിക പ്രവർത്തനങ്ങൾ ഉപദേശിച്ച് കൊടുക്കേണ്ടവർ തന്നെ അങ്ങനെ ചെയ്യരുത്, ഇത് വലിയ ദുരാചാരമാണെന്ന് പറയുമ്പോൾ ഈ എങ്ങനെയാണ് ഈ ഒരു തലമുറയെ തിരുത്തലിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അവരെ നേരായ മാർഗത്തിലേക്ക് നടത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വലിയ ചോദ്യമാണ്. അല്ല, സൂംബ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട എന്നാണ് എന്താണ് മരമണ്ടനായ വിദ്യാഭ്യാസ മന്ത്രി കണക്ക് കൂട്ടുന്നത്. നമുക്ക് സൂംബ പഠിപ്പിച്ച് കുട്ടികളെയൊക്കെ സംസ്കാര സമ്പന്നരാക്കാം. ഈ പോക്കാണെങ്കിൽ മിക്കവാറും അടുത്ത യോഗാ ദിനമാകുമ്പോൾ യോഗയും ദുരാചാരമായി മാറും. തീർച്ചയായും ഈ വരാൻ പോകുന്ന ശ്രീകൃഷ്ണ ജയന്തിയും അത് കഴിഞ്ഞ് വരുന്ന മണ്ഡലമാസ ആചരണവും ഒക്കെ കേരളത്തിലെ വലിയ ദുരാചാരങ്ങളായി മാറാൻ പോകുന്ന ചില കാര്യങ്ങളാണ്. അങ്ങനെ ഇത് അതിനു മുമ്പുണ്ട്, പൂജവയ്പ്പിന് രാമായണ വായന വരുന്നുണ്ട്. അതൊരു വലിയ ദുരാചാര മാസം എന്ന് വേണമെങ്കിൽ അവരതിനെ വിശേഷിപ്പിക്കും, കർക്കിടക മാസത്തിന്. ഇനിയിപ്പോൾ അതും സംഭവിക്കാം. അത് കഴിഞ്ഞ് ഇത് വരുന്നുണ്ട്, നവരാത്രി. അപ്പോൾ കുട്ടികളെ കൈപിടിച്ച് എഴുതിക്കുന്നതൊക്കെ വലിയ ദുരാചാരമായി മാറാൻ അധികം സമയം വേണ്ട എന്നുള്ളതാണ്. എന്തായാലും ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് കുട്ടികളെ വിടുന്നത് കുട്ടികൾ ശ്രീകൃഷ്ണന്മാരായി വളരില്ല, കംസന്മാരായി വളരും എന്ന് പറഞ്ഞ നേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ട്. കുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കാര്യം ശോഭയാത്രയ്ക്ക് നടത്തിക്കുന്നത് വഴി കുട്ടികളെ പീഡിപ്പിക്കുകയാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതെ, മാത്രമല്ല ഈ കേരളത്തിലെ മദ്രസകളിൽ നടക്കുന്ന കുട്ടികൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾ അത് ദുരാചാരമാണ് എന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറയില്ല. അപ്പോൾ എന്താണ്, ഒഴിഞ്ഞു കിടക്കുന്നിടത്ത് ഗോളടിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇവർ നടത്തുന്നത്. ഇനി ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഇതിന് പ്രചരണം നൽകുന്ന ഇപ്പുറത്തെ ചില മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങളാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് എഴുതിയതുപോലെയും റിപ്പോർട്ടർ എഴുതിയതുപോലെയും ഇങ്ങനെ ഇതിനെ ബ്രാഹ്മണിക്കൽ ദുരാചാരം, പഴയടം നമ്പൂതിരിയുടെ ഭക്ഷണ രീതിയെ അല്ലെങ്കിൽ പഴയടം നമ്പൂതിരിയെ കൊണ്ട് യുവജനോത്സവങ്ങളിൽ ഭക്ഷണം വയ്പ്പിക്കുന്നത് ദുരാചാരമാണ് എന്ന് പറഞ്ഞ പാർട്ടികളാണ്. അങ്ങനെയല്ല കുമാറെ, അതിനകത്തിൽ ഇപ്പോൾ പഴയടവുമായി ഉണ്ടായ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായതാണ്, അദ്ദേഹത്തെ കൊണ്ട് ശരിക്കും ചെയ്യാൻ ശ്രമിച്ചത് പഴയടം നമ്പൂതിരിയെ കൊണ്ട് ബീഫ് വയ്പ്പിക്കാനാണ് ഇവർ ശ്രമിച്ചത് കലോത്സവത്തിൽ. ഒരിക്കലും ഒരുപക്ഷെ പഴയടം ഇത് ഒരു ക്യാമറയ്ക്ക് മുന്നിലും തുറന്നു പറയാത്ത ഒരു കാര്യമാണ്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എന്തിനാണ് അന്നത്തെ മന്ത്രി റിയാസ് നിർബന്ധം പിടിച്ചത് പഴയടത്തെ കൊണ്ട് ബീഫ് വയ്പ്പിക്കാനാണ്. അത് നടക്കില്ല എന്ന് കണ്ടപ്പോഴാണ് പഴയടത്തിനെ മാറ്റി റീപ്ലേസ്മെന്റ്, സസ്യഭക്ഷണം ദുരാചാരമാവുകയും പഴയടത്തിനെ അവിടെ നിന്ന് ഓടിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ എത്രമാത്രം ഹീനമായ ഒരു പ്രവർത്തനമാണ് നാടിന്റെ സംസ്കാരത്തിനെതിരെ നടക്കുന്നത് എന്ന് നോക്കുക. നേരത്തെ കുമാർ പറഞ്ഞ ഈ മാധ്യമങ്ങളുടെ റോള്, മാധ്യമങ്ങൾ ചെയ്യുന്ന അവരുടെ വയറ്റിപ്പഴപ്പാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു നിലപാടനുസരിച്ച് ഏഷ്യാനെറ്റും 24-ഉം റിപ്പോർട്ടറും തമ്മിലൊരു വലിയ മത്സരമുണ്ട്. കാര്യം കേരളത്തിലെ മാധ്യമരംഗത്തെ 1, 2, 3 സ്ഥാനങ്ങൾ മാറി മാറി മത്സരിച്ച് കടിച്ചു പറിക്കുന്നവരാണ് ഇവർ. ഏഷ്യാനെറ്റിൻ്റെ കുത്തകയായിരുന്ന 1-ാം സ്ഥാനത്തെ 24-ഉം റിപ്പോർട്ടറും ചേർന്ന് കഴിഞ്ഞ ഒരു വർഷത്തിനിപ്പുറമാണ് കീഴ്പ്പെടുത്തിയത്. ഇപ്പോൾ കഴിഞ്ഞ മാസം റിപ്പോർട്ടർ 1-ാം സ്ഥാനത്തെത്തി, ഏഷ്യാനെറ്റ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഈ മാസം തിരിച്ച് മെനഞ്ഞാന്ന് വന്ന ബാർക്ക് റിപ്പോർട്ട് അനുസരിച്ച് ഏഷ്യാനെറ്റ് 1-ാം സ്ഥാനത്തും റിപ്പോർട്ടർ 3-ാം സ്ഥാനത്തേക്കും പോയി. സ്വാഭാവികമായും റിപ്പോർട്ടർ ചാനലിന് മുകളിൽ വലിയ ഒരു പ്രഷർ ഉണ്ടാകും. അപ്പോൾ ആ പ്രഷറിനെ അവർ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക, എങ്ങനെ റേറ്റിംഗ് ഉയർത്താം? റേറ്റിംഗ് ഉയർത്തണമെങ്കിൽ ഹിന്ദുക്കളുടെ ദുരാചാരങ്ങളെ വലിച്ചു കീറുന്ന എന്തെങ്കിലും വാർത്തകൾ വേണം, എന്നാലേ ഹിന്ദുക്കൾ ചാനലിലേക്ക് നോക്കുകയുള്ളൂ, അവരിതിൽ പ്രതികരിക്കുകയുള്ളൂ. ഈ ഒരു മാനറിസവും ടെക്നിക്കും വെച്ചുകൊണ്ട് തന്നെയാണ് അരുൺകുമാറിനെ പോലുള്ള ബുദ്ധിജീവികളുടെ തലയിൽ ഉദിക്കുന്ന ഇത്തരത്തിലുള്ള വാക്കുകൾ പോലും. ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ അളന്ന് കുറിച്ച് കൊടുക്കുന്നതാണ് എഡിറ്റോറിയൽ നിന്ന്. ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെയുള്ള വാക്കുകൾ മനഃപൂർവ്വം അതങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞ് ഷട്ടിച്ച് കൊടുക്കുന്നതാണ് ഡെസ്കിലേക്ക്. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ ഇവരുടെ വയറ്റിപ്പഴപ്പാണ്. കൃത്യമായി ബാർക്ക് റേറ്റിംഗിൽ 1-ാം സ്ഥാനത്തെത്താനുള്ള ചില ഗിമിക്സ് അത്രമാത്രമായി കണ്ടാൽ മതി. അല്ലാതെ ഈ വാർത്തയ്ക്ക് അത്ര വലിയ മഹത്വവൽക്കരിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, ഈ സ്കൂളുകളിലും ഇപ്പോൾ ചിലപ്പോൾ പുതിയതായി പല സ്കൂളുകളിലും ഇത് ആരംഭിച്ചിരിക്കാം. കാരണം നേരത്തെ ഈ പറയുന്നത് പോലെ ഇവര് സംഘപരിവാർ ബന്ധമുള്ള സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ ഈ ഹൈന്ദവ ആചാരങ്ങൾ പിന്തുടരുന്ന ചില ഹൈന്ദവ മിഷണറീസിന്റെ കീഴിലുള്ള പല സ്കൂളുകളും, ചിന്മയ വിദ്യാലയമൊന്നും സംഘത്തിന്റെ നിയന്ത്രണത്തിൽ വർക്ക് ചെയ്യുന്നതല്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി ഒരു വൈഡായിട്ടുള്ള എഡ്യൂക്കേഷണൽ രംഗത്ത് വരുന്ന ഹിന്ദു മിഷണറിയാണ് ചിന്മയ വിദ്യാലയം. അത് സ്ഥാപിക്കേണ്ട ഒരു 10-40 കൊല്ലത്തോളം ആകുന്നു ചിന്മയ മിഷൻ കേരളത്തിൽ വേരൂന്നിയിട്ട്. അന്ന് മുതൽ അവിടെ നിലനിൽക്കുന്ന ഒരു ആചാരം തന്നെയാണ് ഈ ഗുരുപൂർണിമയ്ക്ക് ഗുരുവന്ദനം നടത്തുക എന്നുള്ളത്, അല്ലേ? അതെ. അപ്പോൾ പല സ്കൂളുകളിലും പരമ്പരാഗതമായി തന്നെ അത് നടന്നു വന്നിരിക്കാം. ഇപ്പോൾ ചില സ്കൂളുകളിൽ അത് പുതുതായി ആരംഭിച്ചിരിക്കാം. അല്ലെങ്കിൽ അതിനെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെയൊക്കെ കാലമാണല്ലോ, അതിന് കൂടുതൽ പ്രചാരം കിട്ടുന്നതായിരിക്കും. അല്ല, ഒരുപക്ഷെ ഇത് ഒരു രക്ഷകർത്താവിന്റെ എതിർപ്പായിരിക്കാം. ആ സ്കൂളിൽ പഠിക്കുന്ന ഇതര വിഭാഗത്തിലുള്ള ഇപ്പോൾ ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിക്കുന്ന ഹിന്ദു കുട്ടികൾ അവിടുത്തെ പ്രാർത്ഥന ഏറ്റു ചൊല്ലാറില്ലേ? നമ്മൾ എന്തെങ്കിലും അതിൽ ദുരാചാരം കൽപ്പിക്കപ്പെടുന്നുണ്ടോ? ഇല്ല.
അതിനവർക്ക് ഭരണഘടനാപരമായ അവകാശം അവകാശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഹിന്ദുക്കൾക്ക് ആ രീതിയിലുള്ള അവകാശം നിഷേധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ പഴയ കാലങ്ങളിൽ ഉണ്ടായ കഥയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഗുരുപൂർണിമയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടുന്നത് ഇവർ ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒരു അജ്ഞതയാണ്. കാരണം വ്യാസപൗർണമി ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം പഴയ കാലം മുതൽ തന്നെ കൊണ്ടാടി വരുന്ന ഒരു ഉത്സവമാണ്. അത് ഗുരുക്കന്മാരെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഗുരുപൂജ നടത്തുന്ന ഉത്സവമാണ്. ഗുരുപൂജയിൽ തീർച്ചയായും പാദപൂജ നടത്താറുണ്ട്. പാദപൂജ ഒരിക്കലും ദുരാചാരമാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു നിയമവും പാദപൂജ ചെയ്യുന്ന ദുരാചാരമാണ് എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളിലും പല മംഗളകർമ്മങ്ങളിലുമെല്ലാം പാദപൂജ അതിനു മുന്നേ നടക്കാറുമുണ്ട്. ഇത് നാടിൻ്റെ സംസ്കാരമല്ല എന്ന് പറയുന്നത് മന്ത്രിയുടെ അജ്ഞതയും മന്ത്രിയുടെ അറിവില്ലായ്മയുമാണ്. മാത്രമല്ല മന്ത്രി ഒരു പ്രത്യേക മതവിഭാഗത്തിന് നേരെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിന് നേരെ നടത്തുന്ന ഒരു ആക്രമണത്തിൻ്റെ ഭാഗം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ മന്ത്രിമാരെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കണം. അത് തന്നെ IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ, കാര്യം അക്കാഡമിക് ലെവലിൽ എന്തായാലും മന്ത്രിയെക്കാളും ഒക്കെ മുകളിൽ നിൽക്കുന്നവരാണല്ലോ. പ്രോട്ടോകോൾ ലെവലിൽ അവരെക്കാളും താഴ്ന്നതാണെങ്കിലും അക്കാഡമിക് ലെവലിൽ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്നവരാണ്. അവർ ഈ കൈനീട്ടിയുള്ള സല്യൂട്ട് അടി അങ്ങ് നിർത്തേണ്ടി വരും. അതൊരു ദുരാചാരമായി കേരളത്തിൽ കൽപ്പിക്കപ്പെടേണ്ടി വരും. അതെ, അങ്ങനെ എത്രയോ ദുരാചാരങ്ങൾ ഭരണകേന്ദ്രത്തിൽ തന്നെ ഉണ്ട്. അതെ. നമസ്കാരം. നമസ്കാരം.